ഇന്ദിരാഗാന്ധി എടുത്തോ എന്ന ചോദ്യത്തിന് ഇന്ദിരാഗാന്ധി എടുത്തു എന്നാണ് എൻ്റെ മറുപടി. അതിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. മുമ്പൊക്കെ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളെ അത്ര ഗൗരവത്തോടെ എടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ. ഇപ്പോൾ അദ്ദേഹം മലമ്പുഴയിൽ പോയി VS അച്യുതാനന്ദന് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്ന് പറയും. അതേസമയം തന്നെ അദ്ദേഹം പറയും ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ്, അടുപ്പമുള്ള നേതാവ് എന്ന് പറയും. അതേപോലെ SFI കാരനാണ് താൻ എന്ന് പറയും. സോണിയാഗാന്ധിയോട് നിന്ന് പടവെടുക്കും. ഇന്നസെൻറ്റിനെ ചാലക്കുടിയിൽ ജയിപ്പിച്ചത് താനാണ് എന്ന് അവകാശപ്പെടും. ഈ രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ ഞാൻ ഗൗരവത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് അത്ര ലളിതവും നിഷ്കളങ്കവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ പദ്ധതിയായി മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. നോക്കൂ, ഇപ്പോൾ EK നയനാറിൻ്റെ വീട്ടിലേക്ക് പോവുക. EK നയനാർ എന്ന് പറയുന്നയാൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഒരു നേതാവല്ല. കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും ജനപ്രിയരായ നേതാക്കളുടെ ഒരാൾ തന്നെയാണ് EK നയനാർ എന്ന് പറയുന്നത്. മലയാളികൾക്ക് നയനാരോട് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഏഷ്യാനെറ്റിലുള്ള സമയത്താണല്ലോ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പരിപാടി ആരംഭിക്കുന്നത്. ഞാൻ ആ പരിപാടി ആങ്കർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ആ ഫോൺ കോളുകളുടെ ഒരു തിക്കിത്തിരക്കെന്ന് പറയുന്നത്. അന്ന് കേരളത്തിലെ ടെലിവിഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള പരിപാടി എന്ന് പറയുന്നത് നയനാരുടെ ആ പരിപാടിയായിരുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മുടെ കേരളത്തിലെ എല്ലാ ഉത്സവ പറമ്പുകളിലും ഒരു മിമിക്രി ഐറ്റമായി പോലും മാറിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത്രയും ജനപ്രിയനായ നേതാവാണ് നയനാർ എന്ന് പറയുന്നത്. ആ നയനാരുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ കണക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി സുരേഷ് ഗോപി ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ അദ്ദേഹം വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആരാണ് ഈ വാടിക്കൽ രാമകൃഷ്ണൻ? 1969 ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടു. അന്ന് ആ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റുകളാണ് എന്നാണ് ആരോപണം. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷിത്വങ്ങളിൽ ഒന്നാണ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ. നമുക്കറിയാലോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തൻ്റെ അധികാരം അദ്ദേഹം ആദ്യം സമർപ്പിച്ചത് കേരളത്തിലെ ബലിദാനികൾക്കായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവുക, അങ്ങനെ ഒരു വൈകാരികമായ കണക്ട് ഉണ്ടാക്കുക. അവിടെയും അവസാനിക്കുന്നില്ലല്ലോ. PP മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആരാണ് PP മുകുന്ദൻ? RSSൻ്റെ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നേതാവായിരുന്നു PP മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. T പത്മനാഭൻ്റെ വീട്ടിലേക്ക് പോകുന്നു. മലയാളികൾ എക്കാലവും ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള എഴുത്തുകാരനാണ് T പത്മനാഭൻ. ഇതൊന്നും തന്നെ യാദൃശ്ചികമല്ലെന്നേ. ഇതെല്ലാം തന്നെ മലയാളിയുടെ ഒരു വൈകാരിക അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ നിസ്സാരമായി നമ്മൾ കാണേണ്ടതില്ല. ഒരു കേന്ദ്രമന്ത്രിയായ ഉടനെ തന്നെ അദ്ദേഹം ചില ആളുകളുടെ വീടുകളിലേക്കൊക്കെ പോകുന്നു, വളരെ ലളിതമായി അവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അങ്ങനെയല്ല, അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഭാരത് മാതാവാണെന്ന് പറയുന്നു. അത് ഇന്ദിരാഗാന്ധി ഭാരത മാതാവാണെന്ന് പറയുക മാത്രമല്ല, കരുണാകരനാണ് കേരളം കണ്ടുള്ള ഏറ്റവും മികച്ച ലീഡർ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അത് പത്മജ വേണുഗോപാലിനെ കൂടെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഒരു പക്ഷേ പത്മജയുടെ ഈ പറയുന്ന BJP എൻട്രിക്ക് ഒരു ലെജിറ്റിമൈസേഷൻ കൊടുക്കുന്നതിനപ്പുറം ഇന്ദിരാഗാന്ധിയെ അവതരിപ്പിക്കുമ്പം ഇന്ദിരാഗാന്ധിയോടുമുണ്ട് ഈ സെൻറ്റിമെൻറ്റ്സ് മലയാളികൾക്ക്. ഇപ്പം നിങ്ങൾ ആളുകളോട് സംസാരിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും മികച്ച നേതാവ് എന്ന് ചോദിച്ചാൽ മലയാളികൾ പറയും പ്രിയങ്ക ഗാന്ധിയാണെന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി പോലെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയോട് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒരു കണക്റ്റ്, ഒരു വൈകാരികമായ കണക്റ്റ് മലയാളികൾക്കുണ്ട്. അവിടെയാണ് ഈ ഇന്ദിരാഗാന്ധി ഭാരത് മാതാവ് എന്ന് ഇദ്ദേഹം പറയുന്നത്. അത് ലളിതമായി കാണണ്ട. ഇപ്പോൾ നമുക്കറിയാമല്ലോ RSSനെ നിരോധിച്ചത് ആരാണ്? ആദ്യമായി ഇന്ത്യയിൽ നിരോധിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്, അല്ലേ? 1948 മഹാത്മാഗാന്ധിയുടെ മരണശേഷം. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്മാരകം പണിത് ആരാണ്? ഗുജറാത്ത് സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. 3000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 600 അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ എന്ന് പറയുന്നത്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? പട്ടേൽ RSS ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു എന്നൊരു ആശയക്കുഴപ്പമുണ്ടാകും. ഇതൊന്നും വളരെ ലളിതമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ഇത്തരം ചരിത്ര ബിംബങ്ങളെ സ്വാംശീകരിക്കുക, അവരുമായുള്ള വൈകാരികമായ കണക്റ്റിനെ മുതലെടുക്കുക, രാഷ്ട്രീയമായി മുതലെടുക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? വ്യക്തിപരമായി കിട്ടിയ വോട്ടാണെന്നല്ലേ അദ്ദേഹം വിജയത്തിന് ശേഷം പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായി ലഭിച്ച വോട്ടാണ് എൻ്റെ വിജയത്തിന് കാരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വിജയത്തെ BJP സംസ്ഥാന ഘടകത്തിനോ അല്ലെങ്കിൽ BJPയുടെ ജില്ലാ ഘടകത്തിനോ ഒന്നും ആട്രിബ്യൂട്ട് ചെയ്യാൻ നിന്നില്ല. ഞാനിവിടെ വന്നു, പ്രവർത്തിച്ചു, ഞാൻ ജനങ്ങളുടെ കയ്യടി നേടി, അവരുടെ അംഗീകാരം നേടി വിജയിച്ചു വന്നിരിക്കുന്നു. ഒരു പ്രത്യേകതരം കോമ്പിനേഷനിൽ ഈ സുരേഷ് ഗോപി വർക്ക് ചെയ്യുന്നുണ്ട്, അഥവാ സുരേഷ് ഗോപിയിലൂടെ അത്തരം ഒരു കോമ്പിനേഷൻ ആരോ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു എന്താ വെച്ചാൽ BJPയുടെ സംസ്ഥാനത്ത്
സംസ്ഥാനത്തെ 2 മന്ത്രിമാരെയാണ് അദ്ദേഹം വളരെ നിസ്സാരമായി ഇന്ന് തള്ളി പറഞ്ഞത്. വി മുരളീധരനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കർണാടകക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ്. അവരൊന്നും ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. ഓ രാജഗോപാൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ലീഡർ കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് ഏറ്റവും സംഭാവന നൽകിയ നേതാവ് ഓ രാജഗോപാലാണെന്ന് പറയുമ്പോൾ കണ്ണന്താനമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ ഈ പറയുന്ന ഇവരാരും തന്നെ ഇപ്പം എന്നിട്ടിപ്പോൾ മുരളീധരൻ ഒരു ജാള്യതയോടുകൂടി മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിനോട് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല BJP സംസ്ഥാന ഘടകത്തെ സുരേഷ് ഗോപി അംഗീകരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് 2 നേതാക്കളല്ലേ ഉള്ളൂ. ആ 2 നേതാക്കൾ എന്ന് പറയുന്ന അമിത്ഷായും നരേന്ദ്രമോദിയാണ്. അവർ തന്നെ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഈ BJP സംസ്ഥാന ഘടകത്തെ നള്ളിഫൈ ചെയ്യുന്നു. അഥവാ ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ബിംബത്തിലേക്ക് BJPയുടെ സംസ്ഥാന ഘടകം മാറേണ്ടി വരുമോ? അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ BJPയുടെ ഒരു RSS ഈ കാര്യത്തിലൊരു പ്രോജക്റ്റ് RSS ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. RSS ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിർവഹിക്കുന്ന ആളാണ്. ഇപ്പം നയനാരുമായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ്, നയനാരോട് വേണ്ട രീതിയിൽ പിന്നീട് CPM പിന്നെ നയനാരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള ചില അടക്കം പറച്ചിലുകളും പരദൂഷണങ്ങളും ഒക്കെ നിൽക്കുന്നു. നയനാർ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയി നിൽക്കുന്നു, ഇന്ദിരാഗാന്ധി ഒരു സെൻറ്റിമെൻറ്റ്സ് ആയി നിൽക്കുന്നു, ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതായിട്ട് വിശേഷിപ്പിക്കുന്നു. കരുണാകരൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു ഒരു ഹിന്ദു ലീഡർ കൂടിയാണ് യഥാർത്ഥത്തിൽ. ആ ഹിന്ദു ലീഡർ ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നന്നായി മതസൗഹാർദ്ദം കൈകാര്യം ചെയ്യുന്നതിൽ മികവ് കാണിച്ചിട്ടുള്ള ഭരണാധികാരിയാണെന്ന് മാത്രമല്ല RSSനെ കേരളത്തിൽ ചെറുക്കാൻ നന്നായി പണിയെടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ്. പക്ഷേ കരുണാകരനെ ഓപ്റ്റ് ചെയ്യുക. കാരണം എന്താ? കരുണാകരൻ കൃഷ്ണഭക്തനാണ്, ഗുരുവായൂർ ഭക്തനാണ്. ആ രീതിയിലൊക്കെ പ്രത്യേകതരം ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്ത് ഒരു വൈകാരിക അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറി ആ രീതിയിൽ ഇനി കൂടുതൽ വികസിക്കുക എന്നുള്ള RSSൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ വ്യക്തിപരമായൊരു അനുഭവം പറയാം. വാജ്പേയിയെ RSSലേക്ക് കൊണ്ടുവന്ന ഒരാൾ നാഗ്പൂരിലെ BJPയുടെ RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നാഗ്പൂർ വെച്ചിട്ട് BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പത്രക്കാർ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഈ വാജ്പേയിയെ RSSലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായൊരു ലേഖനം പിന്നീട് മനോരമ പത്രത്തിൽ D. വിജയമോഹൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വിജയമോഹൻ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഈ വാജ്പേയിയെ കണ്ടുമുട്ടിയതെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അന്ന് ഗോൾവാക്കർ പറഞ്ഞു, ഗുരുജി പറഞ്ഞു ഗ്വാളിയറിലേക്ക് പോയിട്ട് RSS സംഘടിപ്പിക്കണം. അപ്പോൾ അതിന് ഞാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലം സ്കൂള്, കോളേജ് ഇവിടെ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഞാനിങ്ങനെ പോയി നിൽക്കും. അങ്ങനെ പോയി നിന്നിട്ട് പല ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ വാജ്പേയിയെ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും വാജ്പേയിയായിട്ട് സംസാരിച്ചു. വാജ്പേയി വായിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വാജ്പേയിയുടെ വീട്ടിലേക്ക് പോയി. എന്തിനാണ് പോയത്? ഒരു പുസ്തകം വാങ്ങിക്കാനാണ് പോയത്. ഈ പുസ്തകം ഞാൻ വാങ്ങിക്കുന്നത് ഇത് വായിക്കാനല്ല, വീണ്ടും അത് തിരിച്ചു കൊടുക്കാൻ ഒരിക്കൽ കൂടി എനിക്ക് അവിടെ ചെല്ലാൻ കഴിയും. ഈ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആളുകളെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രോജക്റ്റ് RSS ഉണ്ട്. RSS ഒക്കെ വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനവും ആശയ സംവിധാനവുമാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വളരെ നിഷ്കളങ്കമായി നായനാരെ പോലെ ഒരാളെ പോയി കണ്ടു കളഞ്ഞു, പത്മനാഭനെ പോലെ ഒരാളെ പോയി കണ്ടു കളഞ്ഞു. അതേസമയം തന്നെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്നു, PP മോഹൻ്റെ വീട്ടിലേക്ക് പോകുന്നു, മുരളി മന്ദിരത്തിൽ പോയി കരുണാകരൻ്റെ പറയുന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു, എന്നിട്ട് ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവായിട്ട് വാഴ്ത്തുന്നു. ഇതൊന്നും വളരെ ലളിതമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ പിന്നിൽ ശക്തമായൊരു രാഷ്ട്രീയ പദ്ധതിയുണ്ട്. ആ രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നയാൾ സുരേഷ് ഗോപിയാണ്. ആ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് RSS ആണ്. അത് നിശ്ചയമായും ഫലം കാണും. കാരണം ഫലം കണ്ടു തുടങ്ങിയതിൻ്റെ സൂചനകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിഷ്കളങ്കമായി വിലയിരുത്തുന്നതേയില്ല, ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.